റണ്ണി നമസ്കാരം. ഞാൻ DMSൻ്റെ ചടയമംഗലം പഞ്ചായത്ത് സെക്രട്ടറി രാജേഷ്. ഞങ്ങളിവിടെ ചടയമംഗലം പുതിയോട് ഹിൽവേ പാർക്ക് എന്ന ഹോട്ടലിൽ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ജഡായിപ്പാറയുടെ തൊഴിലാളി ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സമര പരിപാടികളും കുറച്ച് ചർച്ചകളും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചകളെല്ലാം പരാജയപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങളവിടെ നോട്ടീസ് കൊടുക്കുകയും അവിടെ ലേബർ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് സംസാരിക്കുകയും തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിച്ച് റിപ്പോർട്ടെടുത്ത് പോവുകയും ചെയ്തു. ഇതിൻ്റെ നടപടികൾ ഇതുവരെ ഒന്നും ആകാതിരിക്കുന്ന സമയത്ത് അന്ന് ഈ തൊഴിലാളികളുടെ പക്ഷത്ത് എന്ന് പറഞ്ഞ് അവിടെ മുഖം കാണിച്ച CITUവിൻ്റെയും AITUCയുടെയും INTUCയുടെയും പ്രതിനിധികൾ മറ്റാരും തൊഴിലാളികൾ പോലും അറിയാതെ രഹസ്യമായിട്ട് ഇവിടെ വന്ന് ഈ മാനേജ്മെൻറ്റുമായിട്ട് രഹസ്യ ചർച്ച, അതായത് കോംപ്രമൈസ് ചർച്ച നടത്തുകയും അത് ഞങ്ങൾ ആ രഹസ്യ നീക്കം ഞങ്ങൾ അറിയുകയും അത് ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഈ നടപടിക്കെതിരെ DMS ശക്തമായി പ്രതിഷേധിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ വൻ ചതിക്ക് കൂട്ടുനിന്ന INTUCയുടെയും CITUവിൻ്റെയും AITUCയുടെയും പ്രതിനിധികളെ തൊഴിലാളികൾ മനസ്സിലാക്കണമെന്നും തിരിച്ചറിയണമെന്നും ഈ സമയത്ത് DMSൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ശക്തമായി ആഹ്വാനം ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് ഞാൻ BJPയുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മഞ്ചേഷ് കുമാറിനെ, ജനറൽ സെക്രട്ടറി മഞ്ചേഷ് കുമാറിനെ ഉദ്ദേശിച്ചു. ഈ ജഡായി ടൂറിസത്തിലെ തൊഴിലാളികളെ അവർക്ക് വേതനം കറക്റ്റ് കൊടുക്കുന്നില്ല എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് സമരങ്ങൾ നടന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ സമരത്തെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ അത് ചില ഗൂഢാലോചനകളിലൂടെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവിടുത്തെ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ താല്പര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഒത്താശ എന്ന രീതിയിലുള്ളൊരു ഗൂഢാലോചന നടത്തുന്നു എന്നറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ ഹിൽവേ പാലസിൽ എത്തിച്ചേർന്നത്. ഇങ്ങനൊരു ചർച്ച നടക്കുന്നത് വെളിയിൽ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ചില ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നു എന്നൊരു ചെറിയ അറിയിപ്പ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ളത് അത് സത്യസന്ധമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് എത്തിച്ചേർന്ന സമയത്ത് അത്തരത്തിലൊരു ചർച്ച, രഹസ്യ ചർച്ച ഇവിടെ നടക്കുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ചർച്ച നടക്കുമ്പോൾ അത് തൊഴിലാളികൾ അറിയണം. അതുപോലെ മറ്റ് BMS പോലുള്ള മറ്റ് യൂണിയൻ അവിടെ ഉണ്ട്. ആ BMS പോലുള്ള യൂണിയൻ ഇത് അറിയിച്ചിട്ടില്ല. മറ്റ് സാധാരണഘട്ട തൊഴിലാളികൾ അറിഞ്ഞിട്ടില്ല ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും ആരെയും അറിയിക്കാതെ പിന്നെ ഇത്തരത്തിലുള്ള രഹസ്യ ചർച്ച എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കാറുണ്ട്. ഏറ്റവും അവസാനം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഹോട്ടലിൽ AC റൂമിൽ ചെന്നിരുന്ന് ഈ നേതാക്കന്മാരും ഈ മുതലാളിമാരും തമ്മിൽ ചർച്ച നടത്തി ഈ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമരങ്ങൾ പല സ്ഥലത്തും ഒത്തുതീർപ്പിലാവുന്നത് കണ്ടിട്ടുണ്ട്. അതിന് DMSനെ കിട്ടില്ല. അതുപോലെ തന്നെ DMS സംഘപരിവാരപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനും അതിനെ കിട്ടില്ല. തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് DMSും BJPയും എപ്പോഴും തൊഴിലാളികൾക്കൊപ്പം നിലവുണ്ടാവും. ഇത്തരത്തിലുള്ള അടച്ചിട്ട മുറിയിൽ നിന്നുള്ള കള്ള ചർച്ച, ഇത്തരത്തിലുള്ള ഗൂഢാലോചനയ്ക്ക് DMSോ BJPയോ ഉണ്ടാവത്തില്ല എന്ന് നിസ്സംശയം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പറയുകയാണ്. കാലാകാലങ്ങളായിട്ട് ജഡായിപ്പാറയിലെ 10-15 വർഷമായിട്ട് ജഡായിപ്പാറയിലെ തൊഴിലാളികളെ ഈ ഇടതുപക്ഷവും ഈ വലതുപക്ഷവും തങ്ങളിൽ മാറി രഹസ്യ റൂമിൽ നിന്ന് രഹസ്യ ചർച്ച നടത്തി ആ പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിക്കുന്ന പ്രവണതയാണ് ഇവിടെ ഇരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ DMS എന്ന് പറയുന്ന സംഘടനയും സംഘപരിവാർ സംഘടനകളും ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്കറിയാം, ഇത് ലേബർ ഓഫീസറുടെ മുന്നിലാണ് ഈ വിഷയങ്ങൾ. തൊഴിലാളികളുടെ ന്യായമായ അവകാശം, അവരുടെ ശമ്പളം ഉപജീവനത്തിനുള്ള മാർഗമാണ്. അവൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ശമ്പളമാണ്. ആ ശമ്പളം അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നക്കാപ്പിച്ച കൊടുത്ത് ഇപ്പം 12 മണിക്കൂറോളം ജോലി എടുപ്പിക്കുന്ന ഈ ജീവനക്കാർക്ക് മതിയായ ന്യായമായ ശമ്പളം, നിശ്ചയിച്ച ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരപരിപാടികളും പ്രക്ഷോഭ പരിപാടികളായിട്ട് മുന്നോട്ട് പോയത്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള യൂണിയൻ INTUCയും CITU AITUC ഉൾപ്പെടെയുള്ള സംഘടനകൾ
അവിടെ സമരം പ്രഖ്യാപിച്ച് നോട്ടീസ് കൊടുത്തു. ഇതിനൊന്നും പ്രതികരിക്കാത്ത മാനേജ്മെൻറ്റ് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങിയപ്പോൾ ലേബർ ഓഫീസറിന് പരാതി കൊടുത്തു. ജില്ലാ ലേബർ ഓഫീസർ ഉൾപ്പെടെയുള്ള വിജിലൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വരികയും പരിശോധിക്കുകയും ചെയ്ത ഈ സമയത്താണ് ഒരു രഹസ്യ ചർച്ച ഈ ഹെൽവേ പാർക്ക് ഹോട്ടലിൽ ഇവിടെ നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവും ഇവിടുത്തെ ഇടത്ത് CPM-ൻ്റെ നേതാവും അതുപോലെ രാജീവ് അഞ്ചലിൻ്റെ മരുമകനും അതേപോലെ തന്നെ CPI-യുടെ നേതാവും അടച്ചിട്ട മുറിയിൽ എന്തിനു വേണ്ടി രഹസ്യ ചർച്ച നടത്തി, ഒരുമിച്ചിരുന്ന് രഹസ്യ ചർച്ച നടത്തി എന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുതന്നെ ഇവിടുത്തെ തൊഴിലാളി സമൂഹം ആഗ്രഹിക്കുന്നു. തൊഴിലാളികളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് സമരസംഘടനകളായ BMS-നെ കൂടി അറിയിപ്പിച്ചുകൊണ്ട് ഒരു ലേബർ ഓഫീസറെ കൂടി അറിയിപ്പിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തേണ്ടതല്ലേ? തൊഴിലാളികളുടെ ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നോട്ടീസുകൾ കൊടുത്തത്. ആ നോട്ടീസിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇത് രഹസ്യ ചർച്ച നടത്തി ഇത് കോഴ വാങ്ങിക്കാനാണെന്നും തൊഴിലാളികളെ ഒറ്റുകൊടുക്കാനാണെന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നു, ആണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. തീർച്ചയായിട്ടും ഇതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്.